ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്കുണ്ടാവുന്ന ദുരനുഭവങ്ങൾക്ക് അറുതിയുണ്ടാകുന്നില്ലെന്ന് വയനാട് വെറ്ററിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ പറയുന്നു. ആർക്കും ആരെയും പേടിയില്ല, ഒരുമിച്ച് നിന്ന് പ്രതികരിക്കാൻ പോലും കുട്ടികൾക്ക് പേടിയാണെന്നും ഷീബ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കേസ് CBIയുടെ കയ്യിലാണ്. പിന്നെ അധ്യാപകർ രണ്ടുപേരും സസ്പെൻഷനിലായിരുന്നു. അവർ തിരികെ എടുത്തിട്ടുണ്ട്. അവർക്ക് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ, അവരുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ തിരികെ എടുത്തിരിക്കുന്നു. പിന്നെ 19 കുട്ടികൾ പുറത്താണ്. യൂണിവേഴ്സിറ്റി അവരെ പുറത്താക്കി എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഞങ്ങൾ ഏതൊക്കെ രീതിയിൽ എതിർക്കാം, നമ്മുടെ എന്തൊക്കെ ചെയ്യുന്നു അതിന് തടസ്സം നിൽക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ എല്ലാം തന്നെ. ഞങ്ങൾ അറിയാതെ അവരെ എക്സാം എഴുതിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഞങ്ങളറിഞ്ഞ് അത് ബഹുമാനപ്പെട്ട ഗവർണറുമായിട്ടുള്ള ഇടപെടൽ മൂലം അതിനെ തടഞ്ഞു. 1 മാസമായപ്പോൾ തന്നെ ഡീനെയും അസിസ്റ്റൻ്റ് വാർഡനെയും തിരികെ എടുക്കാൻ ശ്രമിച്ചു. അതും തടഞ്ഞതുകൊണ്ട് മാത്രം 9 മാസം അത് നീണ്ടുപോയി. ഇപ്പോൾ കുട്ടികൾ ഓരോരുത്തരും ഓരോ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു തിരികെ കയറാൻ വേണ്ടി. പക്ഷെ 3 വർഷത്തേക്ക് കോളേജിൽ നിന്ന് പുറത്താക്കി. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ ആൻറ്റി റാഗിങ് റിപ്പോർട്ടിൻ്റെ അനുസരിച്ച് 5 വർഷത്തേക്കാണ് ഇവരെ പുറത്താക്കിയത്. യൂണിവേഴ്സിറ്റിയുടെ രീതിയിൽ അവരുടെ ഭരിക്കുന്ന പാർട്ടിയുടെ കുട്ടികൾ, അല്ല SFIയുടെ കുട്ടികൾ തന്നെ, അവരെ കൂടുതൽ കാലം പുറത്ത് നിർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് 3 വർഷത്തേക്ക് കുറച്ചിരിക്കും. ഡീൻ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് അവിടെ വേറെ ഒന്നും നടന്നിട്ടില്ല, ഒരു സംഭവം അവിടെ വേറെ സാധാരണ കവിഞ്ഞൊന്നും നടന്നിട്ടില്ല എന്ന്. ഒരാഴ്ച ആയപ്പോൾ അറിയുന്നത് അദ്ദേഹം സസ്പെൻഷനിലാണ് എന്ന്. അപ്പോൾ അത്രയ്ക്കും ക്രൂരതയ്ക്ക് നമുക്ക് കേൾക്കാൻ പോലും, നമുക്ക് വായിക്കാൻ പോലും പറ്റില്ല. അതിൻ്റെ ഇതുവരെയും നമുക്കതൊന്നും വായിച്ച് തീർക്കാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. അപ്പം ഒരിടത്ത് നടക്കുമ്പോൾ അതിന് ആ തീവ്രത കുറയ്ക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും അതും ഇത്ര 2 വർഷമല്ലേ ആയിട്ടുള്ളൂ. അടുത്തും സമാനമായ ഒരു കേസ് വരണമെങ്കിൽ അപ്പോൾ എന്ത് പേടിയാണുള്ളത് അവർക്ക്? പേടിയില്ല, അധ്യാപകർക്കായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും. അപ്പോൾ അധ്യാപകർ കാണിച്ച ഇപ്പം ഇതിൻ്റെ കൂടെ ആണെങ്കിൽ അധ്യാപകരായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ കുട്ടികൾക്ക് പ്രതികരിക്കാൻ വരുന്നില്ലേ, ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ? അപ്പോൾ അവർക്കും പേടിയാണ്. ഏറ്റവും വലിയ കണ്ണുനീര് ഒരു അമ്മയുടെ കണ്ണുനീരാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് അകാലത്തിൽ വേദനിച്ച് മരിക്കേണ്ടി വന്ന ഒരു മകൻ്റെ കാര്യത്തിൽ ആ അമ്മ 2 വർഷമായി കണ്ണുനീര് ഒഴുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ അവർ മാതൃഭൂമി ന്യൂസിൻ്റെ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു പിന്തുണയും കിട്ടിയില്ല, സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഉപദ്രവിക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കോളാം, ഈ കേസുമായി മുന്നോട്ട് പോയിക്കോളാം, പക്ഷെ അതിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നാണ്. നമുക്ക് സംഭവിക്കാനുള്ള ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാലും അവരെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ജീവിതത്തിലേക്ക് അവർക്ക് ഇനി അങ്ങനെ എളുപ്പത്തിൽ മടങ്ങി വരിക സാധ്യമല്ല. ഒരു സിദ്ധാർത്ഥൻ, അത് കഴിഞ്ഞൊരു നിതിൻ, ഇത്തരം പേരുകൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ.